റോമർ 10:17 ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വചനം ദൈവമായിരുന്നു. സകലം അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. വചനം കേൾക്ക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ അനുസരിക്കുന്നവരായിരിക്കട്ടെ. ജീവനും ചൈതന്യം തരുന്ന വചനം ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. കർത്താവിൽ വിശ്വസിക്കുന്ന നമുക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നു. യോഹന്നാൻ 6:47 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ദിദിമോസ് എന്ന തോമസിനോട് കർത്താവ് പറയുന്നു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന്. യേശു കടന്നു പോകുന്നത് കേട്ട കുരുടൻ ഉറക്ക നിലവിളിക്കുന്നു. മിണ്ടാതിരിപ്പാൻ പലരും ശാസിച്ചു. അധിക ഉറക്ക നിലവിളിക്കുന്നു. കർത്താവ് നിന്നു, അടുക്ക വിളിച്ചു. കുരുടന്റെ വിശ്വാസം കാഴ്ച പ്രാപിപ്പാനിടയായി. അവന്റെ അന്ധകാരത്തെ ദൈവം പ്രകാശമാക്കി. 12 സംവത്സരമായ രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിന്റെ വസ്ത്രം തൊട്ടാൽ സൗഖ്യം വരുമെന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ട് തൊട്ടു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കേൾവി അവളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു. അവളിലെ വിശ്വാസമുള്ള വിഷയത്തിന് പരിഹാരമായി നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കാം. എത്രയെത്ര സൗഖ്യങ്ങൾ, അടഞ്ഞ വാതിലുകൾ ദൈവം തുറന്നു തന്നു. ദുർഘടങ്ങളെ നിരപ്പാക്കി. അവിടുത്തെ വചനത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് അവൻ സമീപസ്ഥനായുണ്ട്. ഭയപ്പെടേണ്ട. മകനെ, മകളെ എന്ന് വിളിക്കുവാൻ നമുക്കൊരു ദൈവമുണ്ട്. അവിടുത്തെ നാമത്താൽ, അവിടുത്തെ വചനത്താൽ, രക്തത്താൽ നമ്മെ ശുദ്ധീകരിക്കട്ടെ. കർത്താവിനെ കുറിച്ചുള്ള കേൾവി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് വിശ്വാസമായി ഹൃദയത്തിൽ വളരട്ടെ. കർത്താവിന്റെ വരവിൽ അവനോടൊപ്പം വസിപ്പാൻ നമ്മുടെ സ്വന്തം കണ്ണാൽ കാണുന്ന ആ ദിനത്തിനായി നമുക്കേവർക്കും കാത്തിരിക്കാം. വചനത്തിൽ ആശ്രയിക്കാം. ആമേൻ.